നാഗമാണിക്യൻ 2-ന്റെ എപ്പിസോഡ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം തിരിച്ച് പാലസിലേക്ക് വരുന്ന പാറു ആരും കാണാതെ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ ആരോ ലൈറ്റ് ഇടുകയാണ്. പേടിക്കുന്ന പാറു നോക്കുമ്പോൾ അവിടെ ചെയറിൽ ദേവ് ഇരിക്കുകയാണ്. പാറുവിനെ കാണുന്ന ദേവ് പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പാറുവിനോട് ഈ രാത്രിയിൽ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ടും പാറു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ദേവ് പോലീസ് ചോദിക്കുന്നത് പോലെ ഓരോന്ന് ചോദിക്കുന്നത് കാണുന്ന പാറു അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ദേവ് പാറുവിന്റെ കയ്യിൽ പിടിച്ച് പാറുവിനെ പോകാതെ തടയുകയാണ്. ഡൗട്ട് തോന്നുന്ന പാറു ദേവിനെ നോക്കുകയാണ്. ദേവ് പാറുവിനെ ചേർത്ത് നിർത്തിയിട്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു പെൺകുട്ടിയും ചെയ്യാത്തതാണ്. നിന്നെ പോലെയായിരുന്നു എന്റെ വൈഫും. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്റെ മനസ്സിലെ വേദനയെ ഉണർത്തുകയാണ്. ബോലിയുടെ കൊലപാതകം നിന്റെ തലയിൽ വെക്കാൻ ഞാൻ ശ്രമിച്ചത് തെറ്റാണ്. ഈ ദേവ് പാണ്ഡെ ആരോടും ഇതുവരെയും സോറി പറഞ്ഞിട്ടില്ല. ആദ്യമായി നിന്നോട് ഞാൻ സോറി പറയുകയാണ്. ഐ ആം സോറി എന്ന് പറയുന്നത് കേട്ട് പാറു അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ദേവ് ഈ സത്യങ്ങളെല്ലാം പാറുവിനോട് പറയാൻ വേണ്ടി പാറുവിന് മുമ്പ് കൊടുത്ത പച്ചില മരുന്ന് ദേവ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവിന് തലകറക്കം വരികയാണ്. വീഴാൻ പോകുന്ന ദേവിനെ പാറു വീഴാതെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവുകയും ബെഡിൽ കിടത്തുകയും ചെയ്യുകയാണ്. ശേഷം അവിടെ നിന്ന് പോകുന്ന പാറുവിന് പോകുന്ന വഴി ബുൽബുലിന്റെ റൂമിൽ നിന്ന് പറന്നു വരുന്ന ഒരു പേപ്പർ കിട്ടുകയാണ്. ആ പേപ്പറിൽ കേക്കിന്റെ പിക്ചർ വരച്ചിരിക്കുന്നത് കാണുന്ന പാറു ബുൽബുലിന്റെ റൂമിൽ കയറി നോക്കുമ്പോൾ ബുൽബുൽ കുറെ പടങ്ങൾ വരച്ച് തറയിൽ വെച്ചിരിക്കുന്നതും ബുൽബുൽ തറയിൽ കിടന്ന് ഉറങ്ങുന്നതും കാണുന്ന പാറു ബുൽബുലിനെ എടുത്ത് ബെഡിൽ കിടത്തുകയാണ്. എന്നിട്ട് പാറു ബുൽബുൽ വരച്ച പിക്ചേഴ്സ് എല്ലാം നോക്കുകയാണ്. ആ പിക്ചറിലെല്ലാം ഒരു കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നതും അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നതും അച്ഛനും മകളും കേക്ക് കഴിക്കുന്നതും അച്ഛന്റെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നതും അങ്ങനെ കുറെ പിക്ചേഴ്സ് പാറു കാണുകയാണ്. ആ പിക്ചേഴ്സിലെല്ലാം വെള്ളം കാണുന്ന പാറുവിന് ബുൽബുൽ പടം വരയ്ക്കുന്ന സമയത്ത് കരഞ്ഞതാണെന്ന് മനസ്സിലാവുന്ന പാറു ബുൽബുൽ എന്തിനായിരിക്കും കരഞ്ഞതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ദേവിക വരികയാണ്. ദേവിക പാറുവിനോട് നാളെ ബുൽബുലിന്റെ ബർത്ത്ഡേ ആണെന്നും ബുൽബുൽ ജനിച്ചപ്പോൾ ദേവിന്റെ വൈഫ് മരിച്ചു. വൈഫിന്റെ നഷ്ടം കാരണം ദേവ് ബുൽബുലിനെ മകളായി അംഗീകരിക്കുകയോ ഒരു അച്ഛന്റെ സ്നേഹം ബുൽബുലിന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഒരച്ഛൻ മകൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അത്രമാത്രം. ഇതുവരെയായിട്ടും ബുൽബുലിന്റെ ബർത്ത്ഡേ ദേവ് ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ദേവികയോട് ഞാൻ ദേവിന്റെ വിവാഹം നടത്താനാണ് വന്നത്, അതുപോലെ തന്നെ ബുൽബുലിന്റെ ബർത്ത്ഡേയും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേവിക. അടുത്ത സീനിൽ മോഹിനി ബുൽബുലിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം പാറു ബുൽബുലിന് ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവയുമായി വരികയാണ്. ബുൽബുലിന്റെ റൂമിന്റെ അടുത്ത് പാറു വരുമ്പോൾ അവിടെ വരുന്ന മുത്തശ്ശൻ പാറുവിനോട് ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇന്നലെ നടന്നത് ഓർമ്മിച്ച് എനിക്ക് വിഷമമുണ്ടായി, അതുകൊണ്ട് കുറച്ചു നേരം കാറ്റുകൊള്ളാൻ പുറത്തു പോയതായിരുന്നു എന്ന് പറയുകയാണ് പാറു. അത് കേൾക്കുന്ന മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് മോഹിനി ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് ബുൽബുലിനോട് പറഞ്ഞിട്ട് ബുൽബുൽ വരച്ച പിക്ചേഴ്സ് എല്ലാം മോഹിനി കത്തിക്കുകയാണ്. ഈ സമയം പാറു ഡോർ തുറന്ന് കയറി വരികയാണ്. അത് മനസ്സിലാക്കുന്ന മോഹിനി നോർമൽ ആവുകയാണ്. എന്നിട്ട് ബുൽബുലിനോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുകയാണ്. പാറുവിനെ കാണുന്ന ബുൽബുൽ പാറുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പാറുവിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പാറുവിന്റെ സ്കിന്ന് നാഗത്തിന്റെ സ്കിന്ന് പോലെ ആവുകയാണ്. പാറു ഇതൊന്നും അറിയുന്നില്ല. ശേഷം പാറു വൈകിട്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് ബുൽബുലിനോട് പറഞ്ഞിട്ട് പാറു ബുൽബുലിന് ക്യാരറ്റ് ഹൽവ കൊടുക്കുകയാണ്. എന്നിട്ട് പാറു ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് മോഹിനിയോടും പറയുകയാണ്. മോഹിനി ക്യാരറ്റ് ഹൽവ കഴിക്കുന്ന ബുൽബുലിനെ നോക്കിയിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ശേഷം റൂമിൽ പോകുന്ന മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മോഹിനിക്ക് ബുൽബുലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ദേവിനോട് ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുന്ന സമയം മോഹിനിയുടെ മുടിയിലേക്ക് പാറു തീപ്പെട്ടി തിരി കത്തിച്ച് എറിയുകയാണ്. മുടി കത്തുന്നത് കാണുന്ന മോഹിനി പെട്ടെന്ന് തന്നെ മുടിയിലെ തീ അണയ്ക്കുകയാണ്. അപ്പോൾ മോഹിനിയുടെ മുന്നിൽ പാറു വരുന്നു. നേരത്തെ ബുൽബുലിന്റെ റൂമിൽ വെച്ച് മോഹിനി ബുൽബുലിനെ ഉപദ്രവിക്കുന്നതും പിക്ചേഴ്സ് എല്ലാം കത്തിക്കുന്നതും പാറു കണ്ടിരുന്നു. പക്ഷെ ആ കാര്യങ്ങളെല്ലാം കണ്ട പാറു അപ്പോൾ കാണാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. പാറു കണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമെന്ന് മോഹിനിയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കാണുന്ന മോഹിനി പാറുവിനോട് നീ ഇവിടെ എന്തിനാണോ വന്നത് ആ ജോലി മാത്രം ചെയ്താൽ മതി. നീ പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കുകയില്ല. ബുൽബുൽ എന്റെ മകളാകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബുൽബുലിനെ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. നീ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ബുൽബുലിനെ ഉപദ്രവിക്കില്ല എന്ന് പറയുകയാണ് മോഹിനി. എന്ത് തന്നെ സംഭവിച്ചാലും ബുൽബുലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയുകയാണ് പാറു. അത് കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരികയാണ്. മോഹിനി പാറുവിനോട് മുമ്പ് എന്നെ എതിർത്തവരെ എല്ലാം ഞാൻ കല്ലാക്കി മാറ്റി, ഞാൻ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് മോഹിനി. അത് കേൾക്കുന്ന പാറു രക്ഷസിനെ തോൽപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല ബുൽബുലിനെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് പാറു. അടുത്ത സീനിൽ പാറുവിനോട് ദേവ് രാത്രി പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് വരികയാണ് ദേവ്. അപ്പോൾ പാറുവും ബുൽബുലും ഇരിക്കുന്നത് കാണുന്ന ദേവിന് രാത്രി പാറു റൂമിലേക്ക് കൊണ്ടുപോയത് ഓർമ്മ വരുന്ന ദേവ് പാറുവിനെ നോക്കിയിട്ട് ഒന്നും പറയാതെ നിൽക്കുകയാണ്. ദേവിനെ കാണുന്ന ബുൽബുല് ദേവിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേവ് അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുന്ന പാറു ദേവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ദേവിനോട് പാറു ഇന്ന് ബുൽബുലിന്റെ ബർത്ത്ഡേ ആണ്,
ബുൾബുലിനെ വിഷ് ചെയ്യാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് വളരെ വിഷമത്തോടെ ബുൾബുലിനെ നോക്കിയിട്ട് ശേഷം പാറുവിനെ നോക്കുകയാണ്. എന്നിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ആലോചിച്ച് നിൽക്കുന്ന ദേവ്, ഇന്ന് എനിക്ക് അത്യാവശ്യമായി ഓഫീസിൽ പോകണം, ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമം വരുന്ന ബുൾബുൽ അവിടെ നിന്ന് പോകുന്നു. ദേവും പാറുവിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ബുൾബുൽ വരച്ച പിക്ചേഴ്സ് എല്ലാം നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് ബുൾബുൽ. അപ്പോൾ അവിടേക്ക് പാറു വരുന്നു. പാറു ബുൾബുലിന്റെ വിഷമം മാറ്റാൻ ഓരോന്നും പറയുകയാണ്. എന്നിട്ട് പാറു ബുൾബുലിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാറുവിന്റെ കണ്ണ് നാഗത്തിന്റെ കണ്ണാവുകയാണ്. പാറു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബുൾബുലുമായി പാറു ചേർന്ന് നിൽക്കുന്ന സമയം പാറുവിന് ശക്തികൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബുൾബുലിന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ വരുമെന്ന് പാറു ബുൾബുലിന് വാക്കു കൊടുക്കുകയും അത് കേൾക്കുന്ന ബുൾബുൽ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുകയാണ്. ബുൾബുലിന്റെ കൂടെ ഇരിക്കുമ്പോൾ പാറുവിന്റെ ഉള്ളിൽ വാത്സല്യം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിൽ പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് പാറു. ശേഷം പാറു ബുൾബുലിനോട് മോഹിനി ബുൾബുലിനെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മോഹിനി ഭീഷണിപ്പെടുത്തിയതെല്ലാം ഓർമ്മ വരുന്ന ബുൾബുൽ ഒരു കുഴപ്പവുമില്ല, അവർ നല്ലവരാണ് എന്ന് പറഞ്ഞിട്ട് ബുൾബുൽ അവിടെ നിന്നും പോവുകയാണ്. ബുൾബുൽ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പാറുവിന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന പാറു ആദ്യം ബുൾബുലിന്റെ മനസ്സിലെ പേടി മാറ്റണമെന്ന് തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ ദേവിന്റെ കൂടെ ഗോഡൌണിൽ നിൽക്കുകയാണ് മോഹിനിക്ക് ഇഷ്ടമില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. ദേവ് ബുൾബുലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, അതിനുവേണ്ടിയാണ് മോഹിനി ദേവിന്റെ പുറകെ നടക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ അവിടെ കറണ്ട് പോവുകയും 2 മുഖംമൂടികൾ മോഹിനിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. മോഹിനിയുടെ സൗണ്ട് കേൾക്കുന്ന ദേവ് അവരുടെ പുറകെ പോവുകയാണ്. അവർ ദേവിന്റെ പാലസിലേക്കാണ് മോഹിനിയെ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ദേവ് പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. പാലസിന്റെ അകത്ത് വരുന്ന മോഹിനിയും അത്ഭുതത്തോടെ ചുറ്റും നോക്കുകയാണ്. അവിടെ ബുൾബുലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഡെക്കറേഷൻസ് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോഹിനി. ശേഷം മുഖംമൂടി മാറ്റുമ്പോൾ അത് പാറുവും ദേവികയും ആയിരുന്നു. അവർ ദേവിനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വരുത്താൻ വേണ്ടി മോഹിനിയെ തട്ടിക്കൊണ്ടു വന്നതാണ്. ഇതെല്ലാം പാറുവിന്റെ ഐഡിയ ആയിരുന്നു. പക്ഷേ ദേവിന് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി പാറു മോഹിനിയാണ് ഈ കിഡ്നാപ്പ് പ്ലാൻ ചെയ്തതെന്നും ദേവിനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വരുത്തി ദേവിന് ഒരു സസ്പെൻസ് തരാനാണെന്നും പറയുകയാണ് പാറു. ദേവിന്റെ മുന്നിലായതുകൊണ്ട് മോഹിനി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ ദേവിന്റെ അടുത്ത് പോകുന്ന പാറു കുഞ്ഞുനാൾ മുതൽ ബുൾബുൽ പേപ്പറിൽ വരച്ച ബുൾബുലിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും സ്വപ്നത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്ത് പാറു ദേവിന് ഓരോ പിക്ചേഴ്സും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്ന് ബുൾബുൽ വരച്ച പിക്ചേഴ്സും പാറു ദേവിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ബുൾബുൽ വരച്ചിരിക്കുന്നത് മകളുടെ ബർത്ത്ഡേ ദിവസം അച്ഛൻ ജോലിക്ക് പോകുന്നതാണ്. അത് കണ്ട് ഒന്നും പറയാതെ നിൽക്കുകയാണ് ദേവ്. പാറു ദേവിനോട് വൈഫ് മരിച്ച ദുഃഖം വളരെ വലുതാണ്, പക്ഷെ ആ ദുഃഖം സ്വന്തം മകൾക്ക് കൊടുക്കുന്നത് ശരിയാണോ ദേവ്? അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു, അമ്മയുടെ സ്നേഹം പോലും ബുൾബുലിന് കിട്ടിയിട്ടില്ല, ബുൾബുലിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് പാറു. അത് കേൾക്കുന്ന ദേവ് പാറുവിനോട് ദേഷ്യത്തോടെ ഞാൻ എന്നെ തന്നെയാണ് ശിക്ഷിക്കുന്നതെന്ന് പറയുകയാണ്. അവൾക്ക് ഒരു അച്ഛന്റെ സ്നേഹമാണ് വേണ്ടത് ദേവ്, ബുൾബുലിന്റെ മനസ്സ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് പാറു ബുൾബുൽ വരച്ച പിക്ചേഴ്സ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പാറു പോയതിന് ശേഷം ദേവ് ബുൾബുൽ വരച്ച പിക്ചേഴ്സ് എടുത്ത് നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ്. ദേവിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന പാറുവിനെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് മോഹിനി പാറുവിനോട് നീ എന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറു മോഹിനിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് മോഹിനിയോട് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, ഇല്ലെങ്കിൽ കയ്യിലിടേണ്ട മൈലാച്ചി കാലിൽ ഇടേണ്ടി വരുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ദേവ് ഫംഗ്ഷനിൽ വരില്ല എന്ന് പറഞ്ഞ് പാറുവിനെ വെല്ലുവിളിക്കുകയാണ്. മറുവശത്ത് ദേവിന്റെ മുന്നിൽ ബാഗുമായി വരുന്ന ബുൾബുല് ജോലിക്ക് പോകാൻ സമയമായി അച്ഛാ, എനിക്ക് കുഴപ്പമില്ല, ജോലിയും അത്യാവശ്യമുള്ളതല്ലേ എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബുൾബുല്. ശേഷം അച്ഛനും മകളും ഫംഗ്ഷന്റെ കാര്യം സംസാരിച്ച് പോകുന്നത് കണ്ട് പാറു സന്തോഷത്തോടെ നിൽക്കുകയാണ്. മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി ശക്തി പ്രയോഗിച്ച് പാറുവിന്റെ കഴുത്തിൽ കുരുക്കിടുകയാണ്. എന്നിട്ട് പാറുവിനെ വെല്ലുവിളിക്കുകയാണ് മോഹിനി. അത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ കഴുത്തിലെ കുരുക്ക് മാറ്റിയിട്ട് അതുകൊണ്ട് മോഹിനിയുടെ കഴുത്തിൽ കുരുക്കിടുകയാണ്. എന്നിട്ട് മോഹിനിയോട് ദേവ് ബർത്ത്ഡേ ഫംഗ്ഷനിൽ വരികയും അവർ കേക്ക് കട്ട് ചെയ്യുകയും ദേവ് ഡാൻസ് ചെയ്യുകയും ദേവ് ബുൾബുലിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ബുൾബുലിന് കിസ് കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാറു അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ പാറു ബുൾബുലിന് വാങ്ങിയതുപോലെയുള്ള കേക്ക് മോഹിനിയെ റൂമിൽ വാങ്ങി വെച്ചിരിക്കുകയാണ്. കേക്ക് കാണുന്ന ബുൾബുല് സന്തോഷം കൊണ്ട് പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പാറുവിന് ശരീരം മുഴുവൻ ചൂട് തോന്നുന്നത് പോലെ തോന്നുകയാണ്. ബുൾബുൽ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന മുത്തശ്ശൻ പാറുവിനോട് നീ ഇതിനു മുമ്പ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം,
പക്ഷെ നീ ഇപ്പോൾ ചെയ്തത് ശരിയാണെന്ന് പറയുകയാണ്. അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പാറു. മറുവശത്ത് മോഹിനിയുടെ റൂമിലുള്ളത് കേക്ക് അല്ല ബോംബാണെന്ന് മോഹിനി രംഭയോട് പറയുകയാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബുൽബുലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവ് തന്നെ രൂപയെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുകയാണ് മോഹിനി. അടുത്ത സീനിൽ ബുൽബുൽ ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൽ നിറയെ തേനീച്ചകൾ ഉണ്ടായിരുന്നു. ആ തേനീച്ചകൾ ബുൽബുലിനെ ഉപദ്രവിക്കുകയാണ്. തേനീച്ചകൾ ഉപദ്രവിക്കുന്നത് കാരണം പേടിക്കുന്ന ബുൽബുൽ പാറുവിനെ വിളിക്കുകയാണ്. ബുൽബുലിന്റെ വിളി കേട്ട് അവിടേക്ക് ഓടി വരുന്ന പാറു ബുൽബുലിന്റെ പുറത്ത് ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു ബോക്സിൽ തേൻ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ തേനീച്ചകളെല്ലാം ആ ബോക്സിന്റെ അകത്ത് കയറുന്നത് കാണുന്ന പാറു ആ ബോക്സ് അടയ്ക്കുകയാണ്. ശേഷം ബുൽബുലിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പാറു ഉറപ്പ് വരുത്തുകയാണ്. അപ്പോൾ ബുൽബുൽ പാറുവിന്റെ കയ്യിൽ തേനീച്ച കടിച്ചത് കാണുന്നു. ബുൽബുൽ പാറുവിന്റെ കയ്യിൽ ഓയിൽമെന്റ് ഇട്ട് കൊടുക്കുകയാണ്. ബുൽബുലിന്റെ കെയറിംഗ് കാണുന്ന പാറു സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയം പാറു കെട്ടിയിട്ടിരിക്കുന്ന രൂപയുടെ അടുത്ത് മുത്തശ്ശൻ പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് മോഹിനി രംഭയും കൂടി ചേർന്ന് കേക്കുകൾ മാറ്റുകയാണ്. ശേഷം ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. അവിടേക്ക് ഗിഫ്റ്റുമായി ദേവ് വരികയാണ്. അത് കണ്ട് ബുൽബുൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ബർത്ത്ഡേ ഫംഗ്ഷന് ദേവ് വരുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ദേവ് ഗിഫ്റ്റ് ബുൽബുലിന് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കാണുന്ന സന്തോഷത്തിൽ ബുൽബുൽ ദേവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം ദേവിനെയും ബുൽബുലിനെയും വിളിച്ച് പാറു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. മോഹിനി കേക്കിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം പാറുവിന്റെ അടുത്ത് പോകുന്ന ദേവിക പാറുവിനോട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് നീ നടത്തി കാണിച്ചത്. നിനക്ക് എപ്പോഴും എന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. കുറച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ അവിടെ വരുന്നു. പാറു ദേവിന്റെ കയ്യിൽ കത്തി എടുത്തു കൊടുക്കുകയാണ്. ഇതെല്ലാം കാണുന്ന രംഭ ബോംബ് പൊട്ടാറായി ചേച്ചി നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. റൂമിൽ പോകുന്ന അവർ അവരുടെ റൂമിൽ ഇരിക്കുന്ന കേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ ബോംബ് ഉണ്ടായിരുന്നു. ആ ബോംബ് പൊട്ടുന്ന സൗണ്ട് ബുൽബുലിന്റെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കേൾക്കുകയാണ്. അത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നത് കാണുന്ന പാറു പടക്കം പൊട്ടിച്ചതാണെന്നും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് നല്ലതാണെന്നും പറയുകയാണ്. ശേഷം അവർ കേക്ക് കട്ട് ചെയ്യുകയാണ്. ദേവ് കേക്ക് കട്ട് ചെയ്ത് ബുൽബുലിന് കൊടുക്കുകയാണ്. അത് കണ്ട് ബുൽബുൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ദേവ് ബുൽബുലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് പാറു ബോക്സിലാക്കിയ തേനീച്ചയും ആ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദേഷ്യം വരുന്ന മോഹിനി ആ ബോക്സിൽ തട്ടുമ്പോൾ ആ ബോക്സ് തുറക്കുകയും ആ ബോക്സിലുള്ള തേനീച്ചകൾ മോഹിനിയെ രംഭയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഈ സമയം ബുൽബുല് എനിക്ക് അമ്മയായി രൂപ ആന്റി മതി, അച്ഛനെ കൊണ്ട് രൂപ ആന്റിയെ വിവാഹം കഴിപ്പിക്കുമെന്ന് തീരുമാനിക്കുകയാണ് ബുൽബുല്. ബുൽബുലിന്റെ ആഗ്രഹം നടക്കുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്